പനി, ചുമ, ജലദോഷം, ശ്വാസമുട്ടൽ, ഇത് 4 കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് ദിവസവും ഏത് നേരമാണെങ്കിലും കാണിച്ചേ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ 100% മാറ്റി നിർത്തരുത്. വേറെ ദിവസത്തേക്കോ വേറൊരു നാളെ പോവാം മറ്റന്നാളെ പോവാമെന്നൊന്നും പറയരുത്. ഇന്ന് തന്നെ കാണിക്കാൻ പറ്റുമെന്ന് ഇന്ന് തന്നെ കാണിക്കണം. തിരുവനന്തപുരം സാന്ത്വന ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടന്റും IMA ട്രിവാൻഡ്രം പ്രസിഡന്റുമായ ഡോക്ടർ ജോൺ പണിക്കരാണ്. താഴത്തേക്ക് വരുമ്പോൾ വരുന്നതാണ് അനദർ ആ ലാരിങ്സ് എന്ന് പറയുന്ന ആ ശബ്ദം ഉണ്ടാക്കുന്ന ഭാഗത്ത് വരുന്ന ഒരു ഇൻഫെക്ഷൻ. ഈ ചെറിയ ഏജ് ഗ്രൂപ്പിൽ 3 വയസ്സിന് താഴത്തുള്ളവർക്ക് അത് ഒരു തൊണ്ടയിലൊരു ലാരിഞ്ചൈറ്റിസ് വരും. അത് സാധാരണ ഒരു ചുമ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുമയിലേക്ക് വരും. ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആ ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അത് പാരൻസിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശബ്ദത്തിൽ വ്യത്യാസം വരും, ശബ്ദത്തിലും വ്യത്യാസം വരും, ചുമയിലും ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് ആ ചുമ എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടി വന്നിട്ട് ഇരിക്കുമ്പോൾ വരുന്ന ആ ചുമയുടെ ഇത് മനസ്സിലാക്കി, അതേമാതിരി തന്നെയാണ് നേരത്തെ പറഞ്ഞ മാതിരി മൂക്കിൻ്റെ അകത്തുനിന്ന് വരുന്ന കളർ ചേഞ്ച് ഉള്ളതോ അല്ലെങ്കിൽ മറ്റേ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ളതോ ചുമ കൂടുതൽ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ചിട്ടേ പറ്റും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ സിംറ്റംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് അടിവരയിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ പീഡിയാട്രി എന്ന് പറഞ്ഞാൽ ആക്ച്വലി യു കവർ അപ് ടു 18 ഇയേഴ്സ് പറഞ്ഞു, ടീനേജ്. അപ്പോൾ അത് സ്വാഭാവിക ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ബട്ട് അതിൻ്റെ മുമ്പ് എസ്പെഷ്യലി ഇൻഫൻസ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ യു ടോൾഡ് മീ ദ ക്യാൻ ബി നാച്ചുറലായിട്ട് സാധാരണഗതിയിൽ തന്നെ അസുഖമല്ലാതെ സ്വാഭാവികമായിട്ട് വരുന്ന ഈ മൂക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികളിൽ എങ്ങനെയാണ്, ഇപ്പോൾ പാരൻസ് ആണല്ലോ അത് കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അവർക്ക് ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് അവരത് ബോധ്യമാവേണ്ടത് ഡോക്ടറെ അടുത്തേക്ക് പെട്ടെന്ന് പോകണം? അതിൽ ഏജ് വൈസ് പറയാം. ലെസ് ദാൻ 1 മന്ത് ആണെങ്കിൽ, 1 മാസത്തിൻ്റെ താഴത്തുള്ളവരാണെങ്കിൽ പനി, ജലദോഷം, ചുമ 100% 1-ാം ദിവസം കാണിക്കണം. 1 മന്തും 1 വയസ്സിൻ്റെ ഇടയിലാണെങ്കിൽ ജലദോഷം വരുന്നുണ്ട്, പനിയില്ല, ചെറിയ ചുമയുണ്ട്, വെയിറ്റ് ചെയ്യാം 1-2 ദിവസം. പനിയുണ്ട്, കാണിക്കുക. 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലാണെങ്കിൽ ജലദോഷമുണ്ട്, ഒരു നേരം പനിച്ചു, ചുമ വെറ്റ് അല്ല, ഡ്രൈ ആണ്, ഈവനിങ് ഇതുണ്ട്, 3 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് പനിയുടെ മരുന്ന് കൊടുത്തു, മാറി, കുഴപ്പമില്ല. 2 വയസ്സിന് മേലെയുള്ളവർക്കാണെങ്കിൽ ഇതേ സിംറ്റം തന്നെ വിത്തൗട്ട് ഒരു 2 ദിവസം കൂടെ കൂടിയതുകൊണ്ട് തെറ്റില്ല. ഇനി ഇതിനകത്ത് 1 മന്തിൻ്റെ അബവ് ഉള്ളവർ, 1 മന്തിന് താഴത്തുള്ളവർ എന്ത് പനി ഉണ്ടെങ്കിലും കണ്ടേ പറ്റും. അതിൻ്റെ അകത്തേക്ക് ഒരു കോംപ്രമൈസും ഇല്ല. 1 മന്ത് ടു 1 ഇയർ പനി 2 ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ടേ പറ്റൂ. ചുമ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സമയങ്ങളിൽ ഏത് സമയത്തും പനി, ചുമ, ജലദോഷം, ശ്വാസമുട്ടൽ, ഇത് 4 കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് ദിവസവും ഏത് നേരമാണെങ്കിലും കാണിച്ചേ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ 100% മാറ്റി നിർത്തരുത്. വേറെ ദിവസത്തേക്കോ വേറൊരു നാളെ പോവാം മറ്റന്നാളെ പോവാമെന്നൊന്നും പറയരുത്. ഇന്ന് തന്നെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണിക്കണം. അതാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഞാൻ പറയാം. അതുകൊണ്ടാണ് അതെന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന പല അസുഖങ്ങളും 2 വയസ്സിന് താഴ്ത്ത് വരുന്ന അസുഖമുണ്ട്, 2 വയസ്സിന് മേലെ വരുന്ന അസുഖമുണ്ട്. 1-2 അസുഖങ്ങൾ ബ്രോങ്കിലൈറ്റിസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ചെറിയ പ്രായത്തിലാണ്. അതേസമയം ആ ചെറിയ ശ്വാസനാളികളിൽ വരുന്നത്, അതിൻ്റെ വലുതാവും തോറും അതിൻ്റെ അകത്ത് ആ ചെറിയ നാളികളിൽ പ്രശ്നമുണ്ട്. അവരുടെ ശ്വാസനാളികൾ കുറച്ചും കൂടെ വലുതാവും. ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കിപ്പോൾ പ്രിവെൻഷൻ ഉണ്ട്, വാക്സിനേഷൻ വഴി, ഇമ്മ്യൂണൈസേഷൻ വഴി. അത് നമ്മൾ എടുത്തിരിക്കണം. അത് നമുക്കൊരു സക്സസ് സ്റ്റോറിയാണ്. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാരൻസിന് ചെയ്യാൻ പറ്റാവുന്നത് ആ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ആ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് എടുക്കേണ്ടത് ഗവൺമെൻറ്റിൽ ചെയ്യും, പ്രൈവറ്റ് ചെയ്യും, ക്ലിനിക്കുകളിൽ ചെയ്യും. ഏതാണെങ്കിലും ഡോക്ടറിനെ സമീപിച്ചിട്ട് അത് റെഗുലറായിട്ട് എടുക്കേണ്ട ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ